ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കട്ടപ്പനയ്ക്കടുത്തുള്ള ഒരു ആദിവാസി രാജാവിനെ കാണാനാണ് പോയത്. ഇന്ന് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് തിരിച്ച് നേരെ കുമളിക്ക് പോവുകയാണ്. അപ്പോൾ കുമളിക്ക് പോകുന്ന വഴി കട്ടപ്പനയ്ക്ക് അടുത്ത് തന്നെയുള്ള അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ ലൂസിഫർ എന്ന സിനിമയിലെ ഒരു സീൻ ചിത്രീകരിച്ച ഒരു സ്ഥലവും ഈ പോകുന്ന വഴിക്കുണ്ട്. ചെങ്കരയ്ക്കടുത്താണ് സ്ഥലം. അതുപോലെ തന്നെ ചെങ്കരയിലുള്ള ഒരു കിടിലൻ വ്യൂ പോയിന്റും ഉണ്ട്. ഈ വിശേഷങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ. ഞാൻ അഫ്സൽ. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രാവൽ നോട്ട്സ്. കട്ടപ്പന കുട്ടിക്കാന റൂട്ടിൽ കക്കാട്ടുകട നിന്നും തിരിഞ്ഞ് നമുക്ക് അഞ്ചുരുളിയിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് ഒരു കൂറ്റൻ മരം നിൽപ്പുണ്ടായിരുന്നു. ഈ നമ്മളിപ്പോൾ കണ്ട മരത്തിൻ്റെ പേരെന്താ? റെഡ് സീ കോട്ടൺ. അതിൻ്റെ സീഡ്സ് ആദിവാസികൾ അതിൻ്റെ ഓയിലെടുക്കും. സ്പോഞ്ച് അവർ തെരി ഉണ്ടാക്കിയിട്ട് അത് പണ്ട് അത് വെച്ച് അവർ വിളക്ക് എത്തിച്ചുകൊണ്ട്. ഓ ശരി ശരി. അതിൻ്റെ സ്പോഞ്ച് ഓക്കെ ഓക്കെ. കൈപ്പക്ക് എന്ന് പറയും. കൈപ്പക്ക്. കൂടെയുള്ളത് യൂനിസ് എന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ യൂനിസിനെ പരിചയപ്പെടുത്തിയിരുന്നു. അങ്ങനെ നമ്മൾ അഞ്ചുരുളിയായി. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ടണലാണ്. കട്ടപ്പനയ്ക്കടുത്തുള്ള ഇരട്ടയാർ ഡാമിൽ നിന്നും ഒരു വലിയ മലയുടെ അടിഭാഗത്തുള്ള പാറ തുരന്ന് ഏകദേശം 5.5 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു വലിയ തുരങ്കം നിർമ്മിച്ച് ഇടുക്കി ഡാം റിസർവറിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കിടിലം സംവിധാനമാണിത്. ആയിരത്തി 1974 മുതൽ 1980 വരെയുള്ള കാലയളവിൽ, അതായത് 6 വർഷത്തോളം എടുത്താണ് ഇതിൻ്റെ നിർമ്മാണ സമയത്ത് പല കാരണങ്ങളായിട്ട് 22ഓളം പേര് മരിച്ചതായും പറയപ്പെടുന്നുണ്ട്. ഇനി വേനൽക്കാലമാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ ടണലിനകത്തുകൂടി നടന്നു പോവാം. ചില മലയാളം സിനിമകളുടെ ചില സീനുകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതായത് യോബിൻ്റെ പുസ്തകം, പിന്നെ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി, മരം കൊത്തി, രക്ഷ എന്നീ ചിത്രങ്ങളുടെ ചില സീനുകളൊക്കെ ഈ ടണലും പരിസരങ്ങളുമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അതിനിപ്പോൾ പ്രത്യേക പെർമിഷനൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ ഭാഗം നല്ല ആഴമുള്ളതാണ് കേട്ടോ. മാത്രമല്ല ഒത്തിരി മരണങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുളിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നേരെ പോയത് വേറൊരു കിടിലം കാഴ്ച കാണാനാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആറ്, പെരിയാർ. നമ്മൾ ഇടുക്കിയിൽ കുട്ടിക്കാനം വരുമ്പോൾ കട്ടപ്പന റോഡിൽ, കുട്ടിക്കാനത്ത് കട്ടപ്പന പോകുന്ന റോഡിൽ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങി ഈ ആറ് കാണാൻ പറ്റും. ഒരു രക്ഷ കേട്ടോ, ഭയങ്കര രസമാണ്. വൈകുന്നേരത്തെ വെയിലും കൂടിയൊക്കെ ആയതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നിൽക്കാൻ. പെരിയാർ ടൈഗർ റിസർവയറിൽ ഉൾപ്പെടുന്ന ചൊക്കംപെട്ടി മലയിൽ നിന്നാണ് ഈ പെരിയാറിന്റെ ഉത്ഭവം. പിന്നീട് പെരിയാറും മുല്ലപ്പെരിയാറും ചേർന്നൊഴുകുന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ ചപ്പാത്ത് ഭാഗങ്ങളിൽ. കേരളത്തിലെ 25% വൻകിട വ്യവസായശാലകളും 244 കിലോമീറ്റർ ദൂരമുള്ള പെരിയാറിന്റെ തീരത്താണ്. അതുപോലെ വൻകിട കുടിവെള്ള പദ്ധതികളും ഇറിഗേഷൻ പ്രോജക്റ്റുകളും മീൻപിടുത്തവും ഒക്കെയായി കേരളത്തിന്റെ ജീവനാഡിയാണ് ഈ പെരിയാർ. ചപ്പാത്ത് നിന്ന് ചെങ്കര വഴി നമുക്ക് കുമളിക്ക് പോകാം. നമ്മളിപ്പോഴുള്ളതും ആ റൂട്ടിലാണ്. ചുറ്റിലും വലിയ വലിയ തേയിലത്തോട്ടങ്ങളാണ്. മുൻപ് ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലിക്കായി വന്ന തമിഴ് വംശജർ അവരുടെ തലമുറക്കാരും ഒക്കെയാണ് ഈ ലയങ്ങളിലും സ്വന്തം വീടുകളിലും ഒക്കെ ആയിട്ട് ഈ പ്രദേശങ്ങളിൽ കൂടുതലും താമസിക്കുന്നത്. ലൂസിഫർ സിനിമയിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ദേ ഇവിടെയാണ്. ഫിലിമിൽ മോഹൻലാലിനെ ആദ്യം കാണിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ നിന്നും ഇറങ്ങി വണ്ടിയിൽ വരുന്നൊരു സീനില്ലേ, അത് ഈ പാലത്തിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. നമ്മൾ ചെങ്കര കുരിശുമല പോകുന്ന വഴിക്ക് ഇതുണ്ടോ തേയിലത്തോട്ടങ്ങളുണ്ടോ? എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇതുണ്ടോ, ഇതിനിടയിൽ തേയില കൊളുന്ത് തുള്ളിക്കൊണ്ടുവരുന്ന കുറേ തൊഴിലാളികളുണ്ട്.
അവരിങ്ങനെ കുളന്തുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അവർ ഇന്നലെ ഇവിടെ വരും, ഈ പോയിന്റിൽ വരും. ഇവിടെ നിന്നാണ് വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഇത് ഏതാ എസ്റ്റേറ്റൊക്കെ? ചെങ്കര എസ്റ്റേറ്റാ. കുളത്ത് എങ്ങനെ കൊണ്ടുപോകും? വണ്ടിയിൽ കൊണ്ടുപോകും അല്ലേ? എവിടെ കൊണ്ടുപോകുന്നു? മൂങ്കിലാർ ഫാക്ടറി ഉണ്ടല്ലേ? ഓ ശരി ശരി. തുള്ളുന്നതിന് കിലോ റേറ്റ് ആണോ? എങ്ങനെ എത്ര രൂപ കിട്ടുന്നത്? 27 കിലോ ആണെങ്കിൽ 325. അതിന് മേളിലാണെങ്കിൽ അതിന് മേളിൽ 1 കിലോയ്ക്ക് 1.5 രൂപ. അങ്ങനെ നമ്മൾ ചെങ്കര ജംഗ്ഷനായി. ഇതേണ്ട ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. 1956-57 തൊട്ട് കുരിശുണ്ട്. എൻ്റെ പേര് മുരുകൻ. ശരി ശരി ശരി. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രോങ് ചായ പറഞ്ഞേട്ടാ. സ്ട്രോങ് ചായ കൊള്ളാം. ഈ തേയില ഇവിടുത്താണോ? ഇവിടുത്തെ തേയിലയാണോ? നമ്മുടെ മൂങ്കിലാർ സ്റ്റേറ്റിൻ്റെ തേയിലയാണോ? ഫാക്ടറി ഉള്ളത് മൂങ്കിലാറാണ് മാത്രം. പിന്നെ പട്ടുമല പിന്നെ വാളാടി എന്ന് പറയുമ്പോൾ വണ്ടിപ്പെരിയാർ. ചെങ്കര ജംഗ്ഷനിൽ നിന്ന് തന്നെ തിരിഞ്ഞ് നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് പോകാം. ചെങ്കരയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഒരു രക്ഷയിലേട്ടാ, കുത്തന കയറ്റം. നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ട് ചില സമയങ്ങളിലൊന്നും വണ്ടി മുമ്പോട്ട് പോകുന്നില്ല, അത്രയും കയറ്റം, നല്ല കയറ്റം. ഓ ഏകദേശം ഒരു 800 മീറ്ററോളം മുകളിലേക്ക് നമ്മൾ കയറി വന്നു. ഇത്രയും ഉയരമായിട്ടും ഇവിടെ ഒരു ആമ്പൽക്കുളം ഒക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല രസമാണ്. ഇവിടെ അടുത്ത് വേലിയിൽ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നൊരു ചെടിയാണിത്. സാധാരണ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊന്നും കാണുന്നൊരു ചെടിയല്ലത്. അവിടെ നിന്നും ഇനി കുറച്ചുകൂടി മുകളിലേക്ക് പോകണം. ഈ കാണുന്ന കുന്നിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാം. പെയിൻറ്റഡ് ഗ്രാസ് ഹോപ്പർ എന്നൊരു അപൂർവ ഇനം പുൽച്ചാടിയാണിത്. യൂനിസാണ് കേട്ടോ എനിക്കിത് കാണിച്ചു തന്നത്. യൂനിസോയ് നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, ബേർഡ് വാച്ചറാണ്, നാച്ചുറൽ ലവർ, അങ്ങനെയൊക്കെ ഒത്തിരി പറയാനുണ്ട്. യൂനിസോയ് താങ്ക്സ് ചേട്ടാ ഈ സ്ഥലത്ത് കൊണ്ടുവന്നേനെ. അതാണ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ലോക്കലായിട്ടുള്ളവർക്ക് ഇത് അറിയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് യൂനിസോയ്. അതാണ് ഞാൻ പറഞ്ഞത്, കുമളി വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ട് ഇതേപോലുള്ള കാണാത്ത സ്ഥലങ്ങൾ, കിള്ളം സ്ഥലങ്ങളുണ്ട്, പുള്ളിയെ വിളിച്ചാൽ മതി. ഓ ഒരു രക്ഷയില്ലേട്ടാ. നമ്മളങ്ങനെ ആ മലയുടെ ഏറ്റവും മുകളിലായി. ഇതാണ്ട് ആ കാണുന്നതാണ് ചെങ്കര. നമ്മൾ ചായ കുടിക്കാനൊക്കെ നിർത്തിയത് ആ ജംഗ്ഷനിലാണ്. കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഒയ്യോ ഭയങ്കരല്ലേ. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ 2 മലകളാണ് അണ്ണൻ തമ്പി മല. കുട്ടിക്കാനത്തിനടുത്താണ് ആ മലകൾ. ഇവിടെ നിന്ന് നമുക്ക് കാണാമെങ്കിലും ബൈ റോഡ് കുട്ടിക്കാനത്തേക്ക് തന്നെ ഏകദേശം 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒരുപാട് നേരം ആ മലയുടെ മുകളിൽ ഇങ്ങനെ ചിലവഴിച്ച് തിരിച്ച് നേരെ കുമളിക്ക് പോവുകയാണ്. നാളെ രാവിലെ KSRTC ബസ്സിൽ കുമളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയ്ക്ക് പോകണം. അപ്പോൾ ഇനി ഗവി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.